ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മളിന്ന് ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ചിക്കൻ്റെ എല്ലുകളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വെന്ത് കഴിഞ്ഞതാണ്. നമുക്കിതിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം ഒന്നുകൂടെ തിളപ്പിക്കാൻ വെച്ച് ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറുവപ്പട്ട, 2 ഗ്രാമ്പൂ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മാഗിയുടെ ഒരു പീസ് ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച എല്ലിൽ നിന്ന് ചിക്കനൊക്കെ എടുക്കാം. ഇത്രയും ചിക്കനേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു കോഴിമുട്ടയുടെ വൈറ്റാണ് എടുത്തത്. കോഴിമുട്ടയുടെ ഷെല്ലിൽ ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നൈസായിട്ട് ഇതിലേക്ക് വീണോളും. ഇനി ഒരു ബൗളിൽ 2.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.